ചങ്ങായി വ്ലോഗ്. ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ചങ്ങായി വ്ലോഗ്. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് 3ാം ക്ലാസ്സിലെ ഗണിതം. കുറയ്ക്കണോ കൂട്ടണോ, കുറയ്ക്കണോ കൂട്ടണോ, അതിലെ ബാക്കി എത്ര എന്ന പ്രവർത്തനമാണ് ഇന്ന് നമ്മളിവിടെ ചെയ്യാൻ പോകുന്നത്. ബാക്കി എത്ര? ടീച്ചറുടെ കയ്യിൽ 578 രൂപ ഉണ്ട്. ടീച്ചറുടെ കയ്യിൽ 578 രൂപ ഉണ്ട്. 578 രൂപ ഉണ്ട്. അബാക്കസ് നിർമ്മിക്കാൻ സ്കൂൾ സൊസൈറ്റിയിൽ നിന്ന് മുത്ത് വാങ്ങി. 4 100 രൂപയും 6 10 രൂപയും 5 1 രൂപയുമാണ് ടീച്ചർ കൊടുത്തത്. അപ്പോൾ ഇനി ടീച്ചറുടെ കയ്യിൽ ബാക്കി എത്ര രൂപയുണ്ട് എന്നറിയാൻ എന്താണ് ചെയ്യേണ്ടത്? 578 നിന്ന് ഈ 465 രൂപ കുറച്ച് നോക്കണം. അപ്പോൾ 8 നിന്ന് 5 കുറച്ചാൽ ബാക്കി 3, 7 നിന്ന് 6 കുറച്ചാൽ ബാക്കി 1, 5 നിന്ന് 4 കുറച്ചാൽ ബാക്കി 1. അപ്പോൾ ബാക്കി എത്ര രൂപയുണ്ട്? 113 രൂപ. അത് നിങ്ങളുടെ പുസ്തകത്തിൽ തന്നെ കുറച്ചിട്ടുണ്ട്. ഇതുപോലെയാണ് കണക്കാക്കേണ്ടത്. ഇനി 578 കുറയ്ക്കണം 465 എന്ന് നമ്മൾ കുറച്ച് നോക്കി. ബാക്കി 113 രൂപ കിട്ടി. ഞാൻ കണക്കാക്കിയത് ശരിയാണോ? എങ്ങനെയാണ് കണക്കാക്കിയത് ശരിയാണോ നോക്കുക. ഈ ഉത്തരവും 113 എന്ന ഉത്തരവും കുറച്ച് സംഖ്യയും കൂട്ടുമ്പോൾ 578 കിട്ടണം. അപ്പോൾ നമുക്ക് കൂട്ടി നോക്കാം. 465 കൂട്ടണം 113. 3 5 8, 1 6 7, 1 4 5. അപ്പോൾ നമുക്ക് കിട്ടിയ ഉത്തരം ശരിയാണ്. മനസ്സിലായല്ലോ? ശരിയാണോ നോക്കാൻ എന്താണ് ചെയ്യേണ്ടതെന്ന് മനസ്സിലായില്ലേ? നമുക്ക് കിട്ടിയ ഉത്തരവും കുറയ്ക്കേണ്ട സംഖ്യയും കൂടി കൂട്ടുമ്പോൾ ആദ്യത്തെ സംഖ്യ കിട്ടണം. അപ്പോൾ നമ്മൾ ഇവിടെ ഇങ്ങനെ വേറെ എഴുതി കൂട്ടേണ്ട ആവശ്യമൊന്നുമില്ല. 3 5 8, 1 6 7, 1 4 5 ഇങ്ങനെ ഒന്ന് വെറുതെ ഒന്ന് കൂട്ടി നോക്കിയാൽ നമ്മൾ ചെയ്ത ഉത്തരം ശരിയാണെങ്കിൽ നമുക്ക് അത് മനസ്സിലാക്കാൻ കഴിയും. അടുത്ത പ്രവർത്തനം അബാക്കസ് വാങ്ങാൻ. സ്കൂൾ സൊസൈറ്റിയിൽ നിന്നും ഇഷ 125 രൂപ വിലയുള്ള അബാക്കസ് വാങ്ങി. 150 രൂപ കൊടുത്തു. ഏതൊക്കെ നോട്ടുകളാണ് കൊടുത്തത്? പലതരത്തിലും നമുക്ക് കൊടുക്കാൻ പറ്റും അല്ലേ? 150 രൂപയ്ക്ക് എന്തൊക്കെ കൊടുക്കാം? ഒരു 50 രൂപ, ഒരു 50 രൂപ, ഒരു 100 രൂപ, 150 രൂപയായി അല്ലേ? ഇനി അല്ലെങ്കിലോ ഒരു 100 രൂപ, 50 രൂപയ്ക്ക് പകരം 5 10 രൂപ, 3 50 രൂപ കൊടുക്കുക. ഇങ്ങനെയൊക്കെ നമുക്ക് കൊടുക്കാൻ കഴിയും. സൊസൈറ്റിയിൽ നിന്നും എത്ര രൂപ ബാക്കി കൊടുത്തു? എങ്ങനെയാണ് കണക്കാക്കിയത്? രീതി 1. ഈ 125 രൂപ വിലയുള്ള അബാക്കസ് ആണ് അല്ലേ? 125 രൂപ കഴിച്ച് ബാക്കി 150 ആവാൻ എത്ര വേണം എന്നാണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ ആദ്യം തന്നെ 125 കൂടെ 5 കൂട്ടി 130, പിന്നെ 130 കൂടെ 20 കൂട്ടി അപ്പോൾ 150. ആകെ കൂട്ടിയത് എത്രയാണ്? 5ഉം 20ഉം 25ആണ് നമ്മൾ ആകെ കൂട്ടിയത്. അപ്പോൾ ആകെ ഇങ്ങോട്ട് തിരിച്ച് എത്ര രൂപ കൊടുത്തു? 25 രൂപ. മനക്കണക്കായി നമ്മൾ കണ്ടെത്തുമ്പോൾ ഈ രീതിയിലാണ് നമ്മൾ കണ്ടെത്തേണ്ടത്. ഇനി രീതി 2 150 നിന്ന് 125 കുറയ്ക്കാം. അതിനുവേണ്ടി ഇവിടെ 2 രീതി നിങ്ങളെ പരിചയപ്പെടുത്തിയിട്ടുണ്ട്. ആദ്യം 150 നിന്ന് 1 കുറയ്ക്കുക 149. അതെന്തിനാണ്? 0 നിന്ന് കുറയ്ക്കാനുള്ള ബുദ്ധിമുട്ട് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ്. അതിനുശേഷം 149 നിന്ന് 125 കുറയ്ക്കാം. നമുക്കൊന്ന് കുറച്ച് നോക്കിയാലോ? ആദ്യം നമ്മൾ 150 നിന്ന് 1 കുറച്ചു 149.
ഇനി നമുക്ക് 149 നിന്ന് 125 കുറയ്ക്കാൻ എളുപ്പമാണ്. 9 നിന്ന് 5 കുറച്ചാൽ 4, 4 നിന്ന് 2 കുറച്ചാൽ 2, 24. പക്ഷേ 24 അല്ല ഉത്തരം. ഈ മൈനസ് ചെയ്ത ഈ ഒന്നിനെയും കൂടി ഇവിടെ കൂട്ടിയിട്ട് 25 രൂപ. എത്ര രൂപയാണ് തിരിച്ചു കൊടുത്തത്? 25 രൂപ. ഇനി രീതി 3-ല് 2 സംഖ്യയിൽ നിന്ന് ഓരോന്ന് കുറയ്ക്കുക. ഇതിൽ നിന്ന് 1 കുറച്ചു 149. ഇനി 125 നിന്നും 1 കുറച്ചു 124. ഇനി കുറച്ച് നോക്കാം. 149 കുറയ്ക്കണം 124. അപ്പം എത്രയാണ് കിട്ടുന്നത്? 9 നിന്ന് 4 കുറച്ചാൽ 5, 4 നിന്ന് 2 കുറച്ചാൽ 2. ഇവിടെ 2 നിന്നും ഓരോന്ന് കുറച്ചത് കൊണ്ട് പിന്നെ 1 കൂട്ടേണ്ടതില്ല. അപ്പോൾ ഉത്തരം 25. ഇവിടെ 25, ഇവിടെ 25. ഇങ്ങനെ 3 രീതിയിലാണ് നമ്മൾ ഈ കണക്കിൻ്റെ ഉത്തരം കണ്ടുപിടിക്കുന്നത്. ഇനി നമുക്ക് ശരിക്കൊന്ന് കുറച്ച് നോക്കിയാലോ. 150 കുറയ്ക്കണം 125. 0-ൽ നിന്ന് 5 കുറയ്ക്കണം. അപ്പോൾ നമ്മൾ ഇവിടെ 10 ആണെന്ന് വിചാരിക്കുകയാണ് അല്ലേ? കാരണം ഈ 5 10-ൽ നിന്ന് ഒരു 10 എടുത്ത് ഇവിടെ ഇട്ടു 10. അതിൻ്റെ ഒപ്പം തന്നെ ഇവിടെ 4 ഇടണം, അല്ലെങ്കിൽ അത് മറന്നു പോകും. ഇനി നമുക്ക് കുറച്ച് നോക്കാം. 10-ൽ നിന്ന് 5 കുറച്ചാൽ 5, 4-ൽ നിന്ന് 2 കുറച്ചാൽ 2, 25. ഇങ്ങനെ നമുക്ക് എളുപ്പത്തിൽ കുറയ്ക്കാനും കഴിയണം. അടുത്തതായി എടുത്തു മാറ്റാം എന്ന പ്രവർത്തനമാണ്. ചിത്രങ്ങൾ നോക്കൂ. ഇതിൽ എത്ര 100 ഉണ്ട്, എത്ര 10 ഉണ്ട്, എത്ര 1 ഉണ്ട്? 100കൾ എത്ര എണ്ണ ഉള്ളത്? 3 100 കാരണം അതിൽ 10 കള്ളികളാണ്. 10 കള്ളികൾ വിലങ്ങനെയും 10 കള്ളികൾ കുത്തനെയും ഉണ്ട്. അപ്പോൾ അതിൽ 10 10 100 കള്ളികളുണ്ട്. അതായത് ഇവിടെ 3 100 ഉണ്ട്. പിന്നെ 10ൻ്റെ 3 എണ്ണം അവിടെ വെച്ചിട്ടുണ്ട്. അതിൽ 3 10 ഉണ്ട്, അവിടെ 2 1കളുണ്ട്. അപ്പോൾ എത്ര 100 ഉണ്ട് എന്ന കള്ളിയിൽ 3, എത്ര 10 ഉണ്ട് എന്നുള്ള കള്ളിയിൽ 3, എത്ര 1 ഉണ്ട് എന്ന കള്ളിയിൽ 2. അപ്പോൾ സംഖ്യ ഏതാണ്? 332 അല്ലേ? ഇവയിൽ നിന്നും 212 ചതുരം എടുത്തു മാറ്റി. 212 ചതുരം എന്ന് പറഞ്ഞാൽ 200ഉം 10ഉം 2ഉം ആണ്. അപ്പോൾ എത്രയാണ്? 200 എന്ന് പറഞ്ഞാൽ 2 100, 2 100 എടുത്തു മാറ്റി. അപ്പോൾ ബാക്കി എത്ര 100 ഉണ്ട്? എത്ര 100 എന്നുള്ളിടത്ത് 1. 212 10 എത്ര എണ്ണം എടുത്തു? 10, ഒരു 10 ആണ്. അപ്പോൾ എത്ര 10 ബാക്കിയുള്ളത്? 2 10. അടുത്തതിൽ എത്ര 1കൾ എടുത്തു മാറ്റി? 2 1കൾ എടുത്തു മാറ്റി. അപ്പോൾ ഇനി അവിടെ ഒന്നും ഇല്ല അല്ലേ? അപ്പോൾ 332-ൽ നിന്ന് 212 എടുത്തു മാറ്റാം. അപ്പോൾ അതൊന്ന് നമുക്കൊന്ന് കുറച്ചെന്നെ നോക്കാം. 332-ൽ നിന്ന് 212 എടുത്തു മാറ്റി. അപ്പോൾ 2-ൽ നിന്ന് 2 പോയി കഴിയുമ്പോൾ 0 ആണ്. 3 10-ൽ നിന്ന് ഒരു 10 പോയി കഴിഞ്ഞാൽ ബാക്കി 2 10. 3 100-ൽ നിന്ന് 2 100 പോയി കഴിഞ്ഞാൽ ഒരു 100. 120 സംഖ്യ വരുന്നത്. മനസ്സിലായില്ലേ? ഇപ്പോൾ ഇവിടെ നമ്മൾ ചെയ്തത് ശരിയാണോ നോക്കാൻ എന്ത് ചെയ്താൽ മതി? 0 2 2, 2 1 3, 1 2 3. അടുത്ത കണക്ക് നോക്കാം. ഇതുപോലെ 338-ൽ നിന്ന് 116 കുറയ്ക്കാമോ? 338-ൽ നിന്ന് 116 കുറയ്ക്കാമോ? കുറയ്ക്കാൻ നമുക്ക് എളുപ്പമുണ്ട് അല്ലേ? ഇങ്ങനെ ഇട്ട് കുറയ്ക്കാം. അല്ലെങ്കിൽ നേരത്തെ ചെയ്തതുപോലെ 3 100-ൽ നിന്ന് ഒരു 100 കുറയ്ക്കാം. അപ്പോൾ ബാക്കി എത്ര 100 ഉണ്ട്? 2 100. 3 10-ൽ നിന്ന് ഒരു 10 കുറയ്ക്കാം. അപ്പോൾ 2 10.
8 ഒന്നുകളിൽ നിന്ന് 6 ഒന്നുകൾ കുറയ്ക്കാം. അപ്പോഴോ 2 ഒന്നുകൾ. അപ്പോൾ നമുക്ക് കുറച്ച് നോക്കാം. 8 6 കുറച്ചാൽ 2, 3 1 കുറച്ചാൽ 2, 3 1 കുറച്ചാൽ 2, 222. കണക്കാക്കിയ രീതി നിങ്ങൾ എഴുതൂ. അടുത്തത് ഇനി 6 എന്ന പ്രവർത്തനമാണ്. 301, 310, 319. അപ്പം നമുക്ക് ഇത് മനസ്സിലായിട്ടുണ്ട്. എത്ര വീതമാണ് കൂട്ടിയത്? 301 കഴിഞ്ഞാൽ 310, 310 കഴിഞ്ഞാൽ 319. അപ്പോൾ എത്ര വീതമാണ് കൂട്ടിയത്? 301 കൂടി 9 കൂട്ടിയാലാണ് 310 ആയത്. ഇനി 310 9 കൂട്ടുമ്പോഴാണ് 319. ഇനി 319 കൂടി 9 കൂട്ടുക. എത്ര കിട്ടും? 319 9 9 18 8, ബാക്കി 1 1 2 3, 328. ഇനി ഇതിൽ കൂടി 9 കൂട്ടണം. അപ്പോഴോ അങ്ങനെ കൂട്ടിയാണ് നമുക്കിവിടെ സംഖ്യകൾ കണ്ടെത്തേണ്ടത്. ഇനി 328 കൂടി 9 കൂട്ടുമ്പോൾ ഇവിടെ എത്ര കിട്ടുക? 337. 337 കൂടി 9 കൂട്ടുമ്പോൾ 346. ഇങ്ങനെയാണ് സംഖ്യകൾ കിട്ടുക. അതേപോലെ തന്നെ ഇവിടെ കൊടുത്തിട്ടുണ്ട് പൂമ്പാറ്റയുടെ സംഖ്യകൾ എത്രയാണ്? പൂമ്പാറ്റയുടെ സംഖ്യകൾ 672, 700, 728. ഇവിടെ ഒന്ന് നോക്കാം. നമുക്ക് ഇതെങ്ങനെ കണ്ടുപിടിക്കാം? 728. 728 നിന്ന് 700 കുറച്ച് നോക്കുക. നമ്മൾ 8 0 പോയാൽ 8, 2 0 പോയാൽ 2, അതായത് 28. അപ്പോൾ ഇത് തമ്മിലുള്ള വ്യത്യാസം 28 ആണ്. ഇനി 700 നിന്ന് കുറച്ച് നോക്കാം. 28 കുറച്ച് നോക്കാം. അതുതന്നെയാണോ കിട്ടുന്നത്? 672 കിട്ടുന്നുണ്ടോ നോക്കാം. അപ്പോൾ സംഖ്യകൾ തമ്മിലുള്ള വ്യത്യാസം 28 ആണെന്ന് ഉറപ്പിക്കാം. അപ്പോൾ 0 നിന്ന് 8 കുറയ്ക്കാൻ പറ്റില്ല. അപ്പോൾ ഇവിടെ നോക്കുമ്പോൾ ഇവിടെയും 10കളും 0ആണ്. അപ്പോൾ നമ്മൾ ഇങ്ങനെ 2 പൂജ്യങ്ങൾ വരുമ്പോൾ എപ്പോഴും ഇവിടെ 10, ഇവിടെ 9 ഇടുക. അങ്ങനെയാണല്ലോ അത് വരുന്നത്. അപ്പോൾ ഇവിടെ നിന്ന് 1 കുറഞ്ഞിട്ടുണ്ട്, അവിടെ 6ഉം ഇടുക. 2 0 അങ്ങനെ വരുമ്പോൾ നമ്മൾ ഇതുപോലെയാണ് കണക്ക് ചെയ്യേണ്ടത്. 10ൽ നിന്ന് 8 കുറച്ച് കഴിഞ്ഞാൽ 2, 9ൽ നിന്ന് 2 കുറച്ച് കഴിഞ്ഞാൽ 7. പിന്നെ ഇവിടെ എന്താ ഉള്ളത്? 6ആണ്. ഈ 6നെ ഇറക്കിയിട്ടു. അപ്പോൾ എന്താണ് കിട്ടിയത്? ഇതിലുള്ള സംഖ്യകൾ തന്നെ കിട്ടുന്നുണ്ട് അല്ലേ? 672, 700, 728. അപ്പോൾ ഇവ തമ്മിലുള്ള വ്യത്യാസം 28 ആണ്. ഇനി നമുക്ക് 672 നിന്ന് 28 കുറയ്ക്കണം. അപ്പോൾ 2ൽ നിന്ന് 8 കുറയ്ക്കുക, അതായത് ഇവിടെ 12. അങ്ങനെയാണ് നമ്മൾ മനസ്സിൽ അങ്ങനെ കരുതി വെക്കണം. ഇത് 12. അപ്പോൾ ഇതിൽ നിന്ന് 1 കുറഞ്ഞു 6. ഇനി 12ൽ നിന്ന് 8 കുറഞ്ഞാൽ 4, 6ൽ നിന്ന് 2 കുറഞ്ഞാൽ 4. ഈ 6നെ ഇവിടെ ഇറക്കിയിടുക. അപ്പോൾ എത്ര കിട്ടും? 644. ഇനി 644ൽ നിന്നും 28 കുറയ്ക്കണം. 4ൽ നിന്ന് 8 കുറയ്ക്കാൻ പറ്റുമോ? അപ്പോൾ ഇവിടെ എന്ത് വിചാരിക്കുക? 14, ഇവിടെ 3. കണ്ടില്ലേ? ഈ 4ൽ നിന്ന് 1 കുറച്ച് ഇവിടെ 3 ഇടുക. ഇനി 14ൽ നിന്ന് 8 കുറയ്ക്കുക, അപ്പോൾ 6. 3ൽ നിന്ന് 2 കുറയ്ക്കുക, 1. ഇവിടെ 6 ഇറക്കിയിട്ടു. അപ്പോൾ 616. ഇനി 616ൽ നിന്നും 28 കുറയ്ക്കുക, അപ്പോൾ നമുക്ക് കിട്ടുക 588. മനസ്സിലായില്ലേ? 588. അപ്പോൾ നമ്മളുടെ ബട്ടർഫ്ലൈൻ്റെ ചിറകുകളിൽ എത്ര വരും? 728, 700, 672, 644, 616, 588. മനസ്സിലായോ?
കുറയ്ക്കണോ കൂട്ടണോ? സ്കൂൾ സൊസൈറ്റിയിൽ 2 ദിവസങ്ങളിലായി 642 രൂപ കിട്ടി. ഒന്നാം ദിവസം 253 രൂപ. രണ്ടാം ദിവസം എത്ര രൂപ കിട്ടി? എങ്ങനെയൊക്കെ കണക്കാക്കാം? അപ്പം നമുക്ക് ചെറിയ സംഖ്യ ഒന്ന് മനസ്സിൽ വിചാരിച്ചു നോക്കൂ. അപ്പോൾ ഒന്നാം ദിവസം ആകെ കിട്ടിയത് 50 രൂപ കിട്ടി എന്ന് വിചാരിക്കുക. ഒന്നാം ദിവസം 30 രൂപ കിട്ടി. അപ്പോൾ രണ്ടാം ദിവസം എത്ര രൂപ കിട്ടി? ആകെ കിട്ടിയത് 50, ഒന്നാം ദിവസം കിട്ടിയത് 30. അപ്പോൾ രണ്ടാം ദിവസം കിട്ടിയത് കാണാൻ 50-ൽ നിന്ന് 30 കുറച്ചാൽ മതി. അതായത് 50-ൽ നിന്ന് 30 കുറച്ചാൽ 20 അതുപോലെ തന്നെയാണ് ഈ കണക്കും ചെയ്യേണ്ടത്. 2 ദിവസങ്ങളിലായി കിട്ടിയത് 642 രൂപ. ഒന്നാമത്തെ ദിവസം കിട്ടിയത് 253 രൂപ. അപ്പോൾ രണ്ടാം ദിവസം കിട്ടിയത് എത്ര? 642-ൽ നിന്ന് 253 കുറച്ച് നോക്കാം. ഇവിടെ 2-ൽ നിന്ന് 3 കുറയ്ക്കാൻ പറ്റാത്തത് കൊണ്ട് നമ്മൾ ഇവിടെ 12ഉം അപ്പോൾ ഇവിടെ 3ഉം എഴുതണം. ഇനി 12-ൽ നിന്ന് 3 കുറയ്ക്കുമ്പോൾ 9. 3-ൽ നിന്ന് 5 കുറയ്ക്കണം. അപ്പോൾ അത് പറ്റില്ല അല്ലേ? അപ്പോൾ അതുകൊണ്ട് ഇവിടെ നിന്ന് 1 ആക്കിയിട്ട് ഇവിടെ 13, ഇവിടെ 5. 6-ൽ നിന്ന് 1 കുറഞ്ഞ് ഇവിടെ 13 10ഉം 5 10ഉമാണ്. 13 10-ൽ നിന്ന് 5 10 കുറയ്ക്കുമ്പോൾ ഇവിടെ 8 10. ഇവിടെ 5ആണുള്ളത് അല്ലേ? ഈ 5-ൽ നിന്ന് 2 കുറച്ച് കഴിഞ്ഞാൽ 3. ഇനി നമുക്കത് ശരിയാണോ നോക്കാം. 9 3ഉം 12, 12-ന് 2. ബാക്കി 1 ഇത് കൂടെ കൂട്ടുക. 1 8ഉം 9, 9 5ഉം 14-ന് 4. ബാക്കി 1ഉം ഇവിടെ കൂട്ടുക. 1 3ഉം 4, 4ഉം 2ഉം 6. ഇനി ഇങ്ങനെ നിങ്ങൾക്ക് കൂട്ടി നോക്കാൻ വയ്യെങ്കിൽ ഇവിടെ 253 കൂട്ടണം 389 എന്ന് എഴുതി കൂട്ടി നോക്കിയാൽ നിങ്ങളുടെ ഉത്തരം ശരിയാണോ എന്ന് മനസ്സിലാവും. 9 3ഉം 12-ന് 2, ബാക്കി 1, 1 5 6, 6ഉം 8ഉം 14-ന് 4, ബാക്കി 1, 1ഉം 2ഉം 3, 3ഉം 3ഉം 6. ഇപ്പോൾ 642 കിട്ടി അല്ലേ? അപ്പോൾ നിങ്ങളുടെ ഉത്തരം ശരിയാണ്. ഇനി ഇതല്ലാതെ രീതി 2 നോക്കൂ. രീതി 2, രീതി 1 ഒക്കെ ഇവിടെ ഉണ്ട്. മനക്കണക്കായി നമ്മൾ കൂട്ടുകയാണെങ്കിൽ രീതി 1 പ്രകാരം നമുക്ക് കൂട്ടാം. അതായത് 253-ൽ കൂടി എത്ര കൂട്ടിയാലാണ്? ഇതിൽ രീതി 1-ൽ കൂടി എങ്ങനെയാണ് കൂട്ടി കാണിച്ചിരിക്കുന്നത്? 253 ഒന്നാം ദിവസത്തെ കളക്ഷൻ അല്ലേ? ആ 253-ൽ കൂടി നമ്മൾ 7 കൂട്ടുകയാണ്. എന്തിനാണ് 7 കൂട്ടുന്നത്? ഈ 253-നെ ഒരു 0 10ൻ്റെ ഗുണിതം വരുന്നൊരു സംഖ്യ ആക്കുക. 53 7 60. അപ്പോൾ 253ഉം 7ഉം 260. ഇനി 260-ൽ കൂടി എത്ര കൂട്ടിയാൽ 300 ആക്കാൻ പറ്റും? 260ഉം ഒരു 40ഉം കൂട്ടുമ്പോൾ അത് 300 ഇനി നമുക്ക് 300ഉം 300ഉം കൂട്ടാം. അപ്പോൾ 600. മനസ്സിലായോ? ഇനി ആ 600-ൽ കൂടി ഒരു 42 കൂട്ടിയാൽ 642. അപ്പോൾ നമ്മൾ എത്ര സംഖ്യകൾ ഏതൊക്കെയാണ് കൂട്ടിയത്? ഒരു 7 കൂട്ടി, പിന്നീട് ഒരു 40 കൂട്ടി, പിന്നീട് ഒരു 300 കൂട്ടി, പിന്നെ ഒരു 42ഉം കൂട്ടി. അപ്പോൾ 7ഉം 40ഉം കൂട്ടി എത്ര? 7ഉം 40ഉം 47 അല്ലേ? 47 കൂട്ടണം, പിന്നെ ഈ 300 കൂട്ടണം, പിന്നെ ഈ 42ഉം. അപ്പോൾ എത്രയാണ് വരിക? 300ഉം 47ഉം 347ഉം 42ഉം കൂട്ടി നോക്കാം. 7ഉം 2ഉം 9, 4ഉം 4ഉം 8, 3. മനസ്സിൽ കണക്കാക്കുമ്പോൾ നമുക്ക് ഇങ്ങനെയാണ് കണക്കാക്കേണ്ടത്. ഇപ്പോൾ നേരത്തെ നമുക്ക് കിട്ടിയതും 389 രൂപയാണ് അല്ലേ? ഇനി രീതി 3-ൽ നമ്മൾ നേരത്തെ ചെയ്തത് തന്നെയാണ് കാണിച്ചിട്ടുള്ളത്. രീതി 2-ൽ
കുറച്ച് വലിയ സംഖ്യകൾ തമ്മിൽ കൂട്ടിയിട്ടുണ്ട്. 253 കൂടെ നേരിട്ട് 47 കൂട്ടി, അപ്പം 300. ആ 300-ൽ കൂടെ നേരെ 342 കൂട്ടി 642 ആയി. അപ്പോൾ 342-ഉം 47-ഉം കൂട്ടി നോക്കിയപ്പോൾ 389 തന്നെ കിട്ടി. നിങ്ങൾക്കിതിൽ ഏത് രീതിയാണ് എളുപ്പമായിട്ട് തോന്നിയത്? അതാണ് ഒന്നാമത്തെ രീതി. നമ്മൾ ആദ്യം ചെയ്തത് എങ്ങനെയാണ്? കുറയ്ക്കൽ അല്ലേ? ആ കുറയ്ക്കണ രീതിയാണ് നമുക്ക് എളുപ്പം. മനസ്സിൽ കണക്കാക്കുകയാണെങ്കിൽ നമ്മളിപ്പോൾ ചെയ്ത ഈ രീതിയും ശരിയാണ് അല്ലേ? അടുത്ത പ്രവർത്തനം നോക്കൂ. വില എത്ര? സുഷയുടെ കയ്യിൽ 572 രൂപ ഉണ്ടായിരുന്നു. മുത്തും അബാക്കസും വാങ്ങിയ ശേഷം 394 രൂപ ബാക്കിയുണ്ട്. എത്ര രൂപ ബാക്കിയുള്ളത്? ബാക്കി 394 രൂപ. അപ്പോൾ മുത്തിനും അബാക്കസിനും കൂടി എത്ര രൂപ ചെലവായി? ചോദ്യം വായിച്ചപ്പോൾ എനിക്ക് മനസ്സിലായത് അവിടെ എന്താണ് എഴുതേണ്ടത്? ആകെയുള്ള രൂപ ആകെ എത്രയാണ്? 572, ബാക്കി 394. ഇനി നമുക്ക് കാണേണ്ടത് എന്താണ്? മുത്തിനും അബാക്കസിനും കൂടി എത്ര രൂപയായി? അത് കാണാൻ എന്ത് ചെയ്താൽ മതി? ആകെ കയ്യിലുണ്ടായിരുന്നതിൽ നിന്ന് ബാക്കി വന്ന 394 കുറയ്ക്കണം. അപ്പോൾ എത്ര കുറയ്ക്കുക? 2ഉം 4ഉം ആണ്. 2-ൽ നിന്ന് 4 കുറയ്ക്കാൻ പറ്റില്ല. അപ്പോൾ ഇവിടെ 12, ഇവിടെ 6. 12-ൽ നിന്ന് 4 കുറച്ചാൽ 8. ഈ 6-ൽ നിന്നാണ് ഇനി 9 കുറയ്ക്കേണ്ടത്. അത് പറ്റുമോ? അപ്പോൾ ഇവിടെ 16, ഇവിടെ 4. ഇനി 16 10-ൽ നിന്ന് 9 10-നെ കുറയ്ക്കാം. അപ്പോഴോ 9 10-നെ കുറച്ച് കഴിഞ്ഞാൽ 7. ഇനി ഇവിടെ 4 100-ൽ നിന്ന് 3 100 കുറയ്ക്കുക. അപ്പോൾ 1. അപ്പോൾ മുത്തിനും അബാക്കസിനും കൂടി എത്രയാണ് വില? 178 രൂപ വില. അപ്പം ഞാൻ ചെയ്ത രീതി നിങ്ങൾക്ക് ഇങ്ങനെ എഴുതാം. ഇനി കൂട്ടുകാരുടെ രീതി. കൂട്ടുകാരുടെ രീതി എങ്ങനെയാണ് എഴുതുക? 572-ൽ നിന്ന് എത്ര കുറച്ചാൽ 394 കിട്ടും എന്ന് നോക്കിയാൽ മതി. 572-ൽ നിന്ന് എത്ര കുറച്ചാൽ 394 കിട്ടും. അപ്പോൾ അതിനായിട്ട് നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? 572-ൽ നിന്ന് 394 കുറച്ചു. അപ്പോൾ ഇതാണ് നമ്മൾ കണ്ട രീതി. ഇനി നമ്മുടെ കൂട്ടുകാരൻ ചെയ്യുന്ന രീതി 394-ൽ കൂടി നമ്മൾ ആദ്യം ചെയ്ത പോലെ തന്നെ ചെയ്യാണ്. 400. 394 400 ആക്കാൻ വേണ്ടി 6 കൂട്ടി. ഇനി നമ്മൾ ഈ 400-ൽ കൂടി ഒരു 100-ഉം കൂടി കൂട്ടുക. അപ്പോൾ 500 ആയി. 572 രൂപ ഉണ്ട് അല്ലേ? ഇനി നമുക്ക് 500-ൽ കൂടി 72 കൂട്ടിയാൽ 572 ആയി. അപ്പോൾ നമ്മൾ ആകെ എത്ര കൂട്ടി? 6 100 72. അപ്പോൾ കൂട്ടി നോക്കുക. 2ഉം 0 2 2 6 8 7 0 7. ഈ 100-ത്തെ 100 ഇങ്ങോട്ട് ഇറക്കിയിട്ടു. 178. അപ്പം നോക്കാം. കൂട്ടുകാരൻ ചെയ്ത രീതി അങ്ങനെ എഴുതാം, നമ്മൾ ചെയ്ത രീതിയും ഇങ്ങനെയും എഴുതാം. ഓക്കെ. കിട്ടിയ ഉത്തരം 178 രൂപ. വ്യത്യാസം എത്ര? ഇഷയും സുഷയും അബാക്കസ് കളിക്കുകയാണ്. സുഷേ, നീ ഉണ്ടാക്കിയ സംഖ്യ എത്രയാണ്? സുഷ ഉണ്ടാക്കിയ സംഖ്യ എണ്ണി നോക്കൂ. 6 100 3 10 7 1-കൾ, അതായത് 637. ഇഷ ഉണ്ടാക്കിയത് എണ്ണി നോക്കൂ. 6 100 8 10 5 1-കൾ, അതായത് 685. ആരാണ് വലിയ സംഖ്യ ഉണ്ടാക്കിയത്? ഇഷയാണ് വലിയ സംഖ്യ ഉണ്ടാക്കിയത് അല്ലേ? 685. സംഖ്യകളുടെ വ്യത്യാസം എത്ര? സംഖ്യകളുടെ വ്യത്യാസം കാണാം. സംഖ്യകളുടെ വ്യത്യാസം നോക്കൂ. 685-ഉം 637-ഉം ആണ് അല്ലേ? വ്യത്യാസം കാണാൻ എന്താ?
സംഖ്യകൾ വലുതിൽ നിന്ന് ചെറുത് കുറയ്ക്കുകയാണ് വേണ്ടത്. ഇവിടെ 5-ൽ നിന്നാണ് 7 കുറയ്ക്കേണ്ടത്. അപ്പോൾ നമ്മളിവിടെ 15, ഈ 8ൻ്റെ സ്ഥാനത്ത് 7. മനസ്സിലായില്ലേ? ഇനി 15-ൽ നിന്ന് 7 കുറയ്ക്കാം. 15 ഒന്നുകളിൽ നിന്ന് 7 ഒന്നുകൾ കുറച്ചാൽ 8. ഇവിടെ 7 10കളിൽ നിന്ന് 3 10 കുറച്ചാൽ 4. അപ്പോൾ എത്രയാണ് വ്യത്യാസം? 48. വ്യത്യാസം കാണാൻ വലുതിൽ നിന്ന് ചെറുത് കുറയ്ക്കണം. ഇനി അബാക്കസ് നോക്കൂ. അബാക്കസിൽ എത്രയാണ് സംഖ്യ? എൻ്റെ സംഖ്യ 948. അപ്പോൾ മറ്റേയാൾ പറഞ്ഞു ഞാനത് 849 എന്ന് മാറ്റി. അപ്പോൾ എങ്ങനെയാണ് വ്യത്യാസം? നമുക്കൊന്ന് നോക്കാം. 99 ആണോ? ഇവിടെ 8ൻ്റെ സ്ഥാനത്ത് 18 ആക്കണം, കാരണം 9 കുറയ്ക്കാൻ പറ്റില്ലല്ലോ. അപ്പം ഈ 4ൻ്റെ സ്ഥാനത്ത് 3. ഇതെത്രയാണ്? 3. ഇനി നമുക്ക് 18 നിന്ന് 9 കുറയ്ക്കാം. അതായത് 9 9 ആണ് 18. ഇനി 3 10ൽ നിന്ന് 4 10 കുറയ്ക്കണം. അത് പറ്റുമോ? അത് പറ്റാത്തത് കൊണ്ട് ഇവിടെ 13. അപ്പോൾ ഈ 9ൻ്റെ സ്ഥാനത്ത് 8. ഇനി 13 10ൽ നിന്ന് 4 10 കുറയ്ക്കുകയാണ്. അപ്പോഴോ 9 4 13. 8 എന്ന് 8 പോയാൽ ഇവിടെ ഒന്നുമില്ല. അപ്പോൾ വ്യത്യാസം 99 ആണ്. അപ്പോൾ നമ്മൾ നേരത്തെ ആ ബോക്സിലിട്ട് നോക്കൂ. 100 കുറയുകയും 1 കൂടുകയും ചെയ്താൽ ആകെ കുറവ് 99. വ്യത്യാസം 99 ആണ്. ഇനി അവർ കണ്ടുപിടിച്ച മറ്റ് സംഖ്യാജോഡികൾ നോക്കൂ. അവ തമ്മിലുള്ള വ്യത്യാസം കണക്കാക്കാമോ? ഇതെല്ലാം കണക്കാക്കി നോക്കൂ. എല്ലാത്തിൻ്റെയും ഉത്തരം 99 എന്നായിരിക്കും. അപ്പോൾ എല്ലാത്തിൻ്റെയും ഉത്തരം 99 ആണ്. എന്താണ് കണ്ടുപിടിച്ചത് എന്ന ബോക്സിൽ നമ്മൾ എന്താണ് എഴുതേണ്ടത്? 3 അക്ക സംഖ്യകളിൽ 10ൻ്റെ സ്ഥാനത്തെ അക്കത്തിൽ മാറ്റമില്ലാതെ 10ൻ്റെ സ്ഥാനത്തെ അക്കത്തിൽ മാറ്റമില്ലാതെ 100ൻ്റെ സ്ഥാനത്തെ അക്കം 1 കുറയുകയും 1ൻ്റെ സ്ഥാനത്തെ അക്കം 1 കൂടുകയും ചെയ്താൽ സംഖ്യകൾ തമ്മിലുള്ള വ്യത്യാസം 99 ആണ്. മനസ്സിലായില്ലേ? കണ്ടുപിടിച്ചത്. സംഖ്യകൾ ഇങ്ങനെയായാലോ വ്യത്യാസം എത്രയാണ്? നമുക്ക് വ്യത്യാസം ഒന്ന് എഴുതി നോക്കാം. 896 698 ആണ്. 896ഉം 698ഉം ഇതിൽ 100 2 കുറഞ്ഞു ഇവിടെ എത്തിയപ്പോൾ, കണ്ടില്ലേ? അതേപോലെ 1കൾ 2 കൂടി. ഇനി ഇങ്ങനെയുള്ള ഈ 2 സംഖ്യകളുടെ വ്യത്യാസം എങ്ങനെയാണെന്ന് നോക്കാം. 896ൽ നിന്ന് 698 കുറയ്ക്കുമ്പോൾ വ്യത്യാസം എങ്ങനെയാണ് കിട്ടുന്നത് നോക്കാം. 6ൽ നിന്ന് 8 ഒന്നുകൾ കുറയ്ക്കാൻ പറ്റില്ല, അതുകൊണ്ട് ഇത് 16, ഇത് 8. 16 ഒന്നുകളിൽ നിന്ന് 8 ഒന്നുകൾ കുറച്ചാൽ 8 8 8 ആണ് 16. ഇനി 8 10ൽ നിന്നാണ് 9 10 കുറയ്ക്കേണ്ടത്, അത് പറ്റില്ല അല്ലേ? അപ്പോൾ ഇത് 18, ഈ 8ൻ്റെ സ്ഥാനത്ത് 7. 18ൽ നിന്ന് 9 കുറയ്ക്കുക, അതായത് 9 9 ആണ് 18, അതുകൊണ്ട് 18ൽ നിന്ന് 9 കുറച്ചാൽ 9. ഇനി 7 100ൽ നിന്ന് 6 100 കുറച്ചാൽ 1 198. അടുത്ത ഒരു ഉദാഹരണം കൂടി തന്നിട്ടുണ്ട്, അതും കൂടെ ഒന്ന് കുറച്ച് നോക്കിയാലോ. 634 കുറയ്ക്കണം 436. ഇത് 4 ഒന്നുകളിൽ നിന്ന് 6 ഒന്നുകൾ കുറയ്ക്കാൻ പറ്റാത്തത് കൊണ്ട് നമുക്കിവിടെ 14ഉം ഇവിടെ 2ഉം. 14ൽ നിന്ന് 6 ഒന്നുകൾ കുറയ്ക്കുമ്പോൾ 8 ഒന്നുകൾ. 2 10ൽ നിന്ന് 3 10 കുറയ്ക്കാൻ പറ്റില്ല അല്ലേ? അപ്പോൾ ഇത് 12, ഈ 6 5. ഇനി 12ൽ നിന്ന് 3 10 കുറച്ചാൽ 9 10. 5 100ൽ നിന്ന് 4 100 കുറച്ചാൽ 1. അപ്പോൾ ഇവിടെയും വ്യത്യാസം 198 ആണ്. അതായത് 100ൻ്റെ സ്ഥാനത്ത് 2 കുറയുകയും ഒന്നുകളുടെ സ്ഥാനത്ത് 2 കൂടുകയും ചെയ്താൽ അവ തമ്മിലുള്ള വ്യത്യാസം 198 ആണ്. അതായത് എങ്ങനെയാണ്, എന്താണ് കണ്ടുപിടിച്ചത് എന്നുള്ളിടത്ത് എങ്ങനെ എഴുതണം? 3 അക്ക സംഖ്യകളിൽ 10ൻ്റെ സ്ഥാനത്തെ അക്കത്തിൽ മാറ്റമില്ലാതെ
100ൻ്റെ സ്ഥാനത്തെ അക്കം 2 കുറയുകയും 1ൻ്റെ സ്ഥാനത്തെ അക്കം 2 കൂടുകയും ചെയ്താൽ സംഖ്യകൾ തമ്മിലുള്ള വ്യത്യാസം എങ്ങനെ കണ്ടുപിടിക്കും? അത് 198 ആണ്. 200 കുറയ്ക്കണം 2, 198. മനസ്സിലായില്ലേ? അപ്പോൾ എല്ലാവർക്കും വീഡിയോ മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ അടുത്ത വീഡിയോയുമായി ഉടനെ കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.